ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും അതുപോലെ തന്നെയാണ് അമ്മ മഹാമായ പരാശക്തി ആ അമ്മയുടെ കാരുണ്യം ഉണ്ടാകണം. നമുക്കിന്ന് യോഗവും സിദ്ധിയുമാണ് വായിക്കേണ്ടത്. അതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കണം. വിദ്യയാകുന്ന അമ്മ, ആ വിദ്യാരൂപിണി നമ്മുടെ ഉള്ളിൽ പ്രകാശമായി വരണമെങ്കിൽ അമ്മയുടെ കാരുണ്യം വേണം. അതാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം, അമ്മയുടെ കാരുണ്യം ഉള്ളിൽ വരണം. ആ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. പരബ്രഹ്മത്തിൽ ലയിക്കാൻ, പരമാനന്ദം അനുഭവിക്കാൻ. അതുകൊണ്ട് അമ്മ പരാശക്തി, ആ അമ്മയാണ് ശിവശക്തി. അപ്പോൾ ശിവശക്തി, അപ്പോൾ ശിവനും ശക്തിയാണ്. അപ്പോൾ ശക്തിയാണ് അമ്മ. ആ അമ്മക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു ശക്തി വേണമെങ്കിൽ അമ്മ കനിയണം, അല്ലെങ്കിൽ നമ്മൾ അശക്തനായി പോകും, ശക്തി ഇല്ലാതായി പോകും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, അമ്മേ എനിക്കും എല്ലാവർക്കും ഈ ശക്തി തരണമേ, ആ കൃപ തരണമേ, യഥാർത്ഥ വഴി തെളിഞ്ഞു തരണമേ, എവിടെയായെത്താൻ? പരബ്രഹ്മത്തിൽ ചേരാൻ. നമ്മൾ എവിടുന്നാ വന്ന മൂലം, ആ മൂലത്തിൽ നമുക്കും ചെന്ന് ചേരണ്ടേ? അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കണ്ടേ? തപം ചെയ്യണ്ടേ? തപസ് ചെയ്യണ്ടേ? ഹൃദയവരവോ നമ്മൾ പ്രയത്നിക്കണ്ടേ? അത് നമുക്ക് വിശ്രമം പാടില്ല. അതുകൊണ്ട് ഭക്തമക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവർക്കും ആവശ്യക്കാർക്കെല്ലാം എടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതും അതാണ്. അമ്മയിൽ നിന്ന് കാരുണ്യ സൂന വരുഷം പൊഴിയും വരയ്ക്കും മായാപയോധി തരണത്തിന് നീ അശക്തനാണ്. അമ്മയിൽ നിന്ന് ആ കൃപ കിട്ടുന്നവർ നമുക്ക് ശക്തിയില്ല, അശക്തനാണ്. കാരുണ്യം എന്നേ കഴിവില്ലൊരു കാണി പോലും. അമ്മയിൽ നിന്ന് കാരുണ്യം ഇല്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു കാണി അല്പം പോലും നമുക്ക് ഒന്നിനൊരു കഴിവില്ല. കർമ്മത്തിന് ഒരു കർമ്മം ചെയ്യാനും ശക്തിയില്ലാതെ അമ്മയുടെ ആ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ടാവൂ. അതുകൊണ്ട് ജ്ഞാനോദയം നമ്മളെ ഉള്ളിൽ ഉദിക്കണമെങ്കിലും അമ്മയുടെ ശക്തി, ആ കാരുണ്യം വേണം. അതുകൊണ്ട് നമുക്ക് പ്രേമമാകുന്ന ഭക്തിയിൽ കൂടി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ കാരുണ്യം നമുക്ക് തരും, പൊടിപൂരമായിട്ട് തരും. അതാണ് ഇന്ന് നമുക്ക് വായിക്കാൻ പോകുന്നത്. കാരുണ്യപൂരാൽ വിജയം ലഭിപ്പൂ, ജന്മം തപം ചെയ്തതിനായി നയിപ്പൂ. കാരുണ്യപൂരാൽ അമ്മയിൽ നിന്ന് അത്രത്തോളം പൊടിപൂരം, നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പോലെ കാരുണ്യം അങ്ങ് പൂരമായിട്ട് അമ്മ തന്നാൽ വിജയം ഉറപ്പാ ലഭിപ്പൂ. അപ്പം നമുക്ക് വിജയം. എന്ത് വിജയം? അമ്മ നമ്മളിൽ ആ പ്രേമമാകുന്ന ഭക്തി നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ കാരുണ്യം പൂരമായി ചൊരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള വിജയം ഉണ്ടാകും. അതാണ് കാരുണ്യപൂരാൽ വിജയം ലഭിപ്പൂ, ജന്മം തപം ചെയ്തതിനായി നയിപ്പൂ. നമ്മളെ ഈ മനുഷ്യജന്മം ധ്യാനം, ജപം, ഇതൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ച് ആരാധനയാണ്, കീർത്തനങ്ങൾ ചൊല്ലുകയാണ് വേണ്ടത്. ഭക്തിപരമായിരുന്ന് ഒത്തിരി നേരം പ്രാർത്ഥിക്കണം ഭഗവാനെ വാക്കുകൾ കൊണ്ട്. അതായത് ഹരിനാമകീർത്തനമോ ഓം നമോ നാരായണായ ഏതെങ്കിലും മന്ത്രങ്ങളോ കീർത്തനങ്ങളോ ഭാഗവത പാരായണോ എല്ലാം നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ യുഗത്തിൽ, ഈ കലികാലത്തിൽ ഔഷധം അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ജന്മം വെറുതെ ആയി പോകത്തില്ല. മനുഷ്യജന്മം കിട്ടിയത് ഇനി അങ്ങനെ ജന്മം കിട്ടുള്ള ഉറപ്പെന്താ? അതുകൊണ്ട് നമുക്ക് ഉള്ള സമയം കളയാതെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ നമുക്ക് നയിക്കണം, നേരായ വഴിയിലേക്ക് പോകണം. അതിന് ജന്മം തപം ചെയ്തതിനായി നയിപ്പൂ. ഈ ജന്മം അതിനായി നമ്മൾ എടുക്കണം. നമുക്ക് ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജനിച്ചേക്കുന്നത്. മറ്റുള്ളവർക്ക് മാത്രം ചെയ്യാനുള്ളതല്ല നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്ക് നമുക്കൊരു 60 വയസ്സ് വരെയൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കും. നമുക്ക് വേണ്ടി അല്ല നമ്മൾ അന്നൊക്കെ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. നമുക്കുള്ള കാര്യം നമുക്ക് അറിയേയില്ല. അങ്ങനെയാണ്. അതിനിടയ്ക്കൂടെ നമ്മൾ അന്നും ഈശ്വരനെ ആരാധിച്ചാണ് അവിടെ വരെ എത്തുന്നത്. അപ്പോഴും നമ്മുടെ ശരീരത്തെ നമ്മൾ നോക്കുന്നില്ല. ഇനി ആ 60 വയസ്സ് കഴിയുമ്പോഴെങ്കിലും നമുക്ക് ആദ്യമേ തന്നെ ഈശ്വരനെ ആരാധിച്ചിരിക്കുകയും വേണം. 60 കഴിയുമ്പോൾ സർവ്വത്തിൽ നിന്ന് വിരമിക്കുകയും വേണം. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കണം, പിന്നത്തെ തലമുറയ്ക്ക് കൊടുക്കണം. നമ്മൾ ഇരുട്ടോളം എന്ന് പറയുന്നത് വയസ്സാകുന്ന മരിക്കോളം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ട. കാരണം ഈശ്വരാരാധനയിൽ കൂടി നമ്മൾക്കും കൂടെ ഒരു ജീവിതമുണ്ട്. നമുക്ക് ജന്മം എടുത്തതെന്തിനാ? നമുക്കും കൂടെ ജീവിക്കാനാണ്. അപ്പം നമുക്ക് നന്നായി ജീവിക്കണ്ടേ? എങ്ങനെ ജീവിക്കണം? ഈശ്വരങ്ങൾ ചേരുക, അതിന് വേണ്ടുന്ന പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള നേരായ മാർഗങ്ങൾ അമ്മയിൽ നിന്ന് നമുക്ക് വാങ്ങണം.
അമ്മയുടെ കാരുണ്യം നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വഴി തെളിഞ്ഞു വരൂ, അല്ലെങ്കിൽ ഇരുട്ടായി പോകും, അന്ധകാരം നിറഞ്ഞു പോകും നമ്മുടെ ഹൃദയം മൊത്തം. അന്ധകാരത്തിലെ ഒഴുക്കി കളയണമെങ്കിൽ, നശിപ്പിച്ച് കളയണം, അത് ജ്ഞാനമാകുന്ന അഗ്നി, യോഗാഗ്നിയിൽ തന്നെ ദഹിപ്പിച്ച് കളയണം ഈ അന്ധകാരം. അപ്പോൾ നല്ല പ്രകാശം ഉദിക്കും, അമ്മ കാരുണ്യം ചൊരിയും. അപ്പോൾ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താം. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. കാരുണ്യപൂരാൽ വിജയം ലഭിപ്പൂ, ജന്മം തപം ചെയ്തതിനായി നയിപ്പൂ. കാരുണ്യം എത്തും കഴിവുള്ളതെല്ലാം ചെയ്തിടൂ, യത്നം ഹൃദി വിശ്വസിച്ചും. കാരുണ്യം നമുക്ക് അമ്മ തരും, എത്തും നമുക്ക് കഴിവുള്ളതെല്ലാം അപ്പോൾ ചെയ്യാം. അമ്മയുടെ കാരുണ്യം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ശക്തിപ്പെടും. അല്ലെങ്കിൽ എന്തുവരും, ഒന്നും ചെയ്യാനുള്ള, എപ്പോഴും മടി പിടിച്ചും ചെയ്യാനും തോന്നത്തുമില്ല, ശക്തിയുമില്ല, അങ്ങനെ ആയിപ്പോകും. അതുകൊണ്ട് അമ്മയിൽ നിന്ന് നമുക്ക് എല്ലാത്തിനും ഈ കർമ്മങ്ങൾ എന്തെല്ലാം നമ്മുടെ വീട്ടുപണികളായാലും അതും നമുക്ക് ചെയ്യണം, നമുക്ക് ജീവിക്കണ്ടേ. വയസ്സ് ചെന്നാലും മരണം വരെയും കർമ്മം ചെയ്തല്ലേ പറ്റൂ. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം, അതാണ് വേണ്ടുന്നത്. പക്ഷെ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെല്ലാം നമുക്ക് തന്നെ ഉണ്ട് കർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ നമുക്കായിട്ട് തന്നെ ഉണ്ട് കുറേ കർമ്മങ്ങൾ. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ശക്തി വേണമെങ്കിൽ അമ്മ തന്നെ സഹായിച്ചേ പറ്റൂ. അമ്മയുടെ കാരുണ്യം വന്നെങ്കിൽ മാത്രമേ നമുക്ക് കഴിവ് കിട്ടൂ. അതുകൊണ്ട് കാരുണ്യം എത്തും കഴിവുള്ളതെല്ലാം ചെയ്തിടൂ, യത്നം നന്നായി പ്രയത്നിക്കൂ, ഹൃദി വിശ്വസിച്ചും. നമ്മുടെ ഉള്ളിൽ അമ്മയെ തന്നെ ഇരുത്തി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും തപം ചെയ്തും ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള മാർഗം നമുക്ക് വഴി തെളിഞ്ഞു കിട്ടും അമ്മയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ. അതാണ് ഈ ശ്ലോകത്തിൽ. ശ്രമിക്ക നീ നിന്നുടെ പാടവം പോലടക്കമോടും ശരിയാം വിധത്തിൽ, തപിക്ക നക്തം ദിവ ഏതുമേ വിശ്രമിക്കൊല വാനവ വംശദീപ. അപ്പോൾ വാനവ വംശ അമരപ്രവീര, അമരനായി തീരുന്ന ഈശ്വരൻ, നമ്മളൊരു ദേവനായി മാറുക, ഒരു അമരനായി തീരുക, ഇതൊക്കെ വരുമ്പോഴാണ് അങ്ങനെ. അതാണ് വാനവ വംശ, അതായത് ദേവന്മാരുടെ വംശത്തിൽപ്പെടുന്ന രീതിയിലാണ് അങ്ങനെ പറയുന്നത്. അല്ലെ അമരപ്രവീര, അതും അമരനായി തീരുക. ഇങ്ങനെ വന്നെങ്കിൽ നമുക്ക് അമരത്വം കിട്ടും, മരണമില്ലാത്തവൻ. അതാണ് ഈ യോഗസിദ്ധി. അതാണ് ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന, അത് പ്രവൃത്തി കൊണ്ടുവരണം. അവിടെ ശ്രമിക്കുക നീ നിന്നോട് പാടവം പോലെ അടക്കമോടും. നമുക്ക് ശ്രമിക്കണം, നമുക്ക് ഈ ലോക ജീവിതത്തിലെ കർമ്മങ്ങളെല്ലാം ചെയ്യാം, അത് ഈശ്വരാർപ്പണമായി ചെയ്യുക. എല്ലാ കർമ്മവും നമുക്ക് ചെയ്യാം, ഒരു കർമ്മം ഒഴിക്കാനില്ല. സർവ്വകർമ്മത്തെ ഒന്നിനും അജ്ഞാനിക്കേണ്ട കാര്യം, എല്ലാ കർമ്മവും നമുക്ക് ഈ ലോകത്ത് വേണ്ടതെല്ലാം ചെയ്യാം. അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന് വെച്ചാൽ അതെല്ലാം പൂജകളാണ്. നമുക്ക് വീട്ടുകാര്യങ്ങളായാലും നാട്ടുകാര്യമായാലും മറ്റ് കർമ്മങ്ങളായാലും ഒരു ഉദ്യോഗമായാലും എന്ത് കർമ്മമായാലും നമുക്ക് ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അതെല്ലാം ഈശ്വരന് കൊടുക്കുന്ന പൂജയായി മാറും. അപ്പോൾ നമ്മൾ ഇരുട്ട് വെളുക്കോളം നമ്മൾ ഈശ്വരന് പൂജ തന്നെ ചെയ്യും. അപ്പം പ്രത്യേകം സന്ധ്യയ്ക്ക് നാമം ചെല്ലുന്ന മാത്രമല്ല പൂജകൾ, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക, ഫലേച്ഛ കൂടാതെ. ഒരു കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത് വേണമെന്നുള്ള ചിന്ത വേണ്ട. നമുക്ക് കൈ കണ്ട എന്തൊക്കെയാണ് കണ്ണി കണ്ട നമുക്ക് വേണ്ടത്, എന്തൊക്കെ വേണ്ട ജോലികളാണ്, അതൊക്കെ കൃത്യനിഷ്ഠയായിട്ട് ചെയ്ത് തീർത്തിട്ട് ഈശ്വരനെ ആരാധിക്കാൻ എല്ലാം കൃത്യനിഷ്ഠ വേണം. അതുകൊണ്ട് അടക്കമോടും, എല്ലാത്തിനും ഒരു അടക്കമുണ്ട്, എല്ലാത്തിനും കൃത്യനിഷ്ഠയുണ്ട്. വീട്ടുകാര്യത്തിനും കൃത്യനിഷ്ഠ, ഇന്ന സമയത്ത് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഭഗവത് കാര്യങ്ങൾ, ഭാഗവതം വായിക്കുന്നതായാലും നാമം ചൊല്ലുന്നതായാലും ഭഗവാന്റെ മുന്നിൽ വിളക്കെത്തിക്കുന്നത് എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ. അലസത പാടില്ല. അത് അത്രത്തോളം വെമ്പൽ വേണം. നമുക്ക് ഭഗവാന് നിവേദ്യം നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ ഭഗവാന് കൊടുത്തില്ലല്ലോ, ആ ഒരു വെമ്പൽ, അത് എനിക്ക് ഇത്രയും വയസ്സായിട്ടും എനിക്ക് ആ വെമ്പൽ മാറിയിട്ടില്ല. സമയാസമയത്ത് വിളക്കത്തിക്കുന്നതിനായാലും ഭാഗവതം വായിക്കുന്നതിനായാലും ഈ യൂട്യൂബിൽ ഇടുന്ന എനിക്ക് നെറ്റൊക്കെ ചിലപ്പം കിട്ടാതെ പോകും, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുള്ള. അല്ലെങ്കിൽ എനിക്ക് എത്ര വയ്യാതൊന്നുമില്ല, വയ്യെന്ന് പറയാനേ പാടില്ല. കാരണം എനിക്ക് ആവും. ഞാനിത് ഇടണമെന്ന് കാണുമ്പോൾ എനിക്ക് നല്ല ആവത. കാരണം എന്താ പറയുക, ഈ വീട്ടുജോലിക്കൊക്കെ ഉള്ളൂ എനിക്ക് വയ്യാതെ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റാത്തത്. അതും കൃത്യനിഷ്ഠ പോലെ അങ്ങ് ചെയ്ത് കൊണ്ട് പോകുന്നു. പക്ഷേ എനിക്ക് ഭഗവത് കഥകൾ, ഭഗവാന്റെ വർണ്ണന, ഭഗവാനെ വർണ്ണിക്കുന്ന മറ്റുള്ളവർക്ക് വർണ്ണിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വെമ്പൽ എനിക്ക് ഇതുവരെ അത് മടുത്തിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഭാഗവതം 1-2 വീട്ടിൽ ആർക്കെങ്കിലും കൊടുക്കാം. ഞാൻ എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഭഗവാനെ വർണ്ണിക്കാൻ. അത് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കങ്ങ് വിഷമോ. അപ്പോൾ എനിക്കതിന് വെമ്പൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനിൽ അർപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ ഏത് കർമ്മവും പൂജയായി തന്നെ ചെയ്യില്ല. ഈശ്വരാർപ്പണം എന്ന് പറയുമ്പോൾ പൂജയാണല്ലോ. നമുക്ക് വീട്ടിൽ അരിയും കറിയും വെക്കുന്നു, ഭഗവാനോട് പൂജയാക്കാം. അപ്പോൾ മനസ്സ് എപ്പോഴും ഭഗവാനിലിരിക്കും, അതൊരു പൂജ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് നന്മയല്ലാതെ ഉണ്ടോ?
തിന്മയുള്ള ജോലി ആവട്ടെ അതും ഭഗവാൻ അർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മളവിടെ തിന്മയും ചെയ്താൽ നന്മയും ചെയ്യുന്നില്ല, ചെയ്തതെല്ലാം പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ അവിടെ ഫലം ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ ഒരു കർമ്മത്തിനെയും കടം ഇവിടെ വരുന്നില്ല. കാരണം കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. ഒരു കർമ്മത്തിനും വേണ്ടി പിന്നെ ജന്മം ജനിക്കേണ്ടി വരത്തില്ല. എന്താ? ഈശ്വരാർപ്പണമായി ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് ശ്രമിക്കുക നീ നിന്നുടെ പാടവം പോൽ അടക്കമോടും ശരിയാം വിധത്തിൽ. അടക്കമോട് നമ്മൾ ശരിയാം വിധത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യണം. എല്ലാ കർമ്മവും ചെയ്യണം. നമുക്ക് എപ്പോഴാണ് നമ്മുടെ കൃത്യനിഷ്ഠ പോലെ ഭഗവാനെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും എത്ര മണിക്കൂർ ഇരിക്കണം, ഇതൊക്കെ നമുക്കുള്ള ആഗ്രഹം പോലെയാണ്. മുട്ടുവിൻ തുറക്കപ്പെടുന്ന അതാ തേടിക്കൊണ്ട് നമ്മൾ അത്രമാത്രം ആർത്തി ഉണ്ടായാലും നമ്മൾ തൃപ്തിപ്പെടുത്തും ഭഗവാൻ. നമ്മുടെ വെമ്പൽ പോലെ ഇരിക്കും എല്ലാ കാര്യവും. അതുകൊണ്ട് തപിക്ക നക്തന്തിവം ഏതുമേ വിശ്രമിക്കല വാനവ വംശദീപ. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം നമുക്ക് ഒഴിവില്ല, വിശ്രമം പാടില്ല. നമുക്ക് കൃത്യനിഷ്ഠയായിട്ട് ഈ ലോക ജീവിതത്തിൽ എത്ര കൃത്യനിഷ്ഠ ഉണ്ടോ അതുപോലെ അതിനേക്കാൾ വേണം ഈശ്വരനെ ആരാധിക്കാനുള്ള കൃത്യനിഷ്ഠയാണ്. എന്താ? നമുക്ക് വിശ്രമം പാടില്ല. ലക്ഷ്യസ്ഥാനത്ത് എന്താ ലക്ഷ്യം? പരമാത്മാവിൽ ലയിക്കുക, ആനന്ദം അനുഭവിക്കുക, ബ്രഹ്മാനന്ദത്തിൽ ലയിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എത്തുവോളം നമുക്ക് വിശ്രമം പാടില്ല എപ്പോഴും. അത് ആർത്തി ഉള്ളവർക്ക് വിശ്രമം വരത്തില്ല. അതങ്ങനെയാണ്. ഞാൻ അനുഭവിച്ചതുകൊണ്ട് എനിക്കറിയാം. ഇത്രയും പെട്ടെന്ന് വീട്ടുകാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏത് സമയത്ത് ഉച്ച സമയം ഇരുന്നങ്ങ് വായനയാണ്. എന്ത് ആയാലും എനിക്ക് എന്ത് കിട്ടിയാലും ഈശ്വരാരാധനയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഈ ലോക ജീവിതത്തിലെ പുസ്തകങ്ങളൊന്നും അല്ല. ഇപ്പം സാധു സുന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഭക്തിപരമായ അത് വായിച്ചാൽ അത് എൻ്റെ നിന്ന് ഒരു കൊച്ചു കൊണ്ട് തന്നിട്ടില്ല, തിരിച്ചു തന്നെ എൻ്റെ നിന്ന് ആരെങ്കിലും ഇത് കൊണ്ടുപോകും, പിന്നെ തിരിച്ചു കൊണ്ട് തരത്തില്ല. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പുസ്തകങ്ങൾ ഭക്തിപരമായ, അതുപോലെ ബൈബിള്, അങ്ങനെ ഓരോ നല്ല നല്ല പുസ്തകങ്ങൾ ഇത് വായിച്ചാലൊന്നും ഞാൻ അവിടെ നിന്ന് മടുത്തു പോകത്തില്ല. അത് എത്രത്തോളം എല്ലാ ജോലി ഒതുക്കിയിട്ടായിരിക്കും വായിക്കാതിരിക്കുന്നത്. എത്ര വായിച്ചാലും ഞാൻ അത് മടുക്കൂല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും ഭക്തി വർദ്ധിക്കാനൊക്കെ അതൊരു പാഠമായിരുന്നു. അതെനിക്ക് ഈശ്വരൻ ഉള്ളിലിരുന്ന് ഇങ്ങനെ ചെയ്തു തന്നില്ലെങ്കിൽ എനിക്കങ്ങനെ വരൂലല്ലോ. ഞാനൊന്നും മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്തതല്ല. എനിക്ക് ഇന്നത് നേടണം, എനിക്ക് സാക്ഷാത്കാരം നേടണം എന്നൊന്നും കരുതിയിട്ടൊന്നും അല്ല അന്ന് ചെയ്യുന്നത്. എന്തോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങ് ആരോ ഇരുന്നങ്ങ് ചെയ്യിപ്പിച്ചത് തന്നെയാണ്. എനിക്കല്ലാതെ അറിഞ്ഞുകൂടാ, ആരും പറഞ്ഞു തരാനില്ലല്ലോ. പക്ഷേ എനിക്ക് എത്ര കിട്ടിയാലും മുഴുക്കത്തില്ല, വായിച്ചാൽ മുഴുക്കത്തില്ല. പള്ളിക്കോലമ്മയുടെ ഈ മാസം ഓരോ പുസ്തകം വരുമായിരുന്നു. അതൊക്കെ ഈ ഭഗവത്ഗീതയിലൊക്കെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് തന്നെയാണ് അത്. പക്ഷെ അതിങ്ങനെ വരാനിങ്ങനെ കാത്തിരുന്ന് വെപ്രാളോ കിട്ടിയാൽ പിന്നെ അത് അന്നേരം തിന്ന് തീർക്കും, എല്ലാം വായിച്ച് തീർത്തേ അടങ്ങും. അത് അങ്ങനെ എനിക്ക് ഒരു കുഴപ്പം പണ്ടേ ഉണ്ട്. അത്രമാത്രം എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിശ്രമം ഉണ്ടാവത്തില്ല എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് എത്ര വായിച്ചാൽ നമുക്ക് മടുക്കത്തില്ല, വിശ്രമിക്കാൻ നമുക്ക് തോന്നത്തില്ല. അത് അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ എല്ലാ ഭക്തമക്കളും അങ്ങനെ തന്നെ ആകാമെങ്കിൽ കൊള്ളാം. ചിലർക്ക് ചിലപ്പോൾ അടുത്തൊരു ജന്മത്തേക്കാണെങ്കിൽ ഇപ്പം വിശ്രമമൊക്കെ തോന്നിക്കാം, ഇനിയിപ്പോൾ വായിക്കാനൊന്നും വയ്യ. പക്ഷേ അത് മനസ്സിലാക്കിക്കോ, അത് ഈ ജന്മം പ്രവൃത്തിയിൽ വരാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സമയം ആയിട്ടില്ല അതുകൊണ്ടായിരിക്കാം. സമയമായെങ്കിൽ നമുക്ക് ഒരു വിശ്രമം വരത്തില്ല. അത് കിട്ടി അടങ്ങും. അതുവരെ കിടന്ന് ഉരുണ്ട് നിലവിളിച്ച് കരയും. നമ്മൾ അറിയുന്നില്ല എന്തിനാണെന്ന്. എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. അതാ സംഭവം. ആരും പറഞ്ഞു തരാനുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? വിശ്രമം എടുത്തുകൂടാ. ഭഗവാനെ ഉള്ളിൽ എത്രമാത്രം നമുക്ക് ധ്യാനവും ജപവും എടുത്ത് വന്നാലും നമ്മൾ മടുക്കാതിരുന്നാൽ എപ്പം നമുക്ക് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം നമ്മൾ മടുക്കാതെ, അപ്പോൾ ആ ഭക്തിയും പ്രേമവും ഒക്കെ വരുമ്പോൾ ഭഗവാനും ചിന്തിക്കും, ആ ഭക്ത അത്രത്തോളം വിഷമിക്കുന്നുണ്ട്. ഭഗവാനും കൂടെ അപ്പം കാരുണ്യം കൊണ്ട് നമ്മളെ നിറച്ച് പെട്ടെന്ന് തന്നെ സാധിപ്പിക്കാം. അത് നമ്മുടെ വെമ്പൽ പോലിരിക്കും. നമ്മളെ കൃത്യനിഷ്ഠ എങ്ങനെയാണല്ലോ, ഭഗവാന് കൊടുക്കാനുള്ള ഒരു വെപ്രാളം. എന്ത് കിട്ടിയാലും ഭഗവാന് നമുക്ക് ആഹാരം ഈ പാകം ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്ന അല്ലാതെ പഴവർഗ്ഗങ്ങളോ പാലോ എന്ത് കിട്ടിയാലും ഭഗവാന് കൊടുക്കാനൊരു വെമ്പലായിരുന്നു. അതെനിക്ക് മാത്രമായിരുന്നു. അതുപോലെ നമ്മൾ എല്ലാ കാര്യവും അങ്ങനെ, അത് ഈശ്വരൻ ഇതെല്ലാം അതുപോലെ തന്നെയായിരുന്നു. പക്ഷിമൃഗാദികൾക്ക് അത് ഈ പട്ടികളെയൊക്കെ ചിലർ വളർത്തിയിട്ട് ഇപ്പം ഈ റോഡിലൊക്കെ കിടന്നതുപോലെ നമ്മുടെ അടുത്തൊരു വീട്ടിൽ ഇതുപോലെ ഒരു പട്ടിയെ വളർത്തിയിട്ട് അവർ അടിച്ച് ദൂരെ കളഞ്ഞിട്ട് എറിഞ്ഞ് ഓടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അടിച്ച് കളഞ്ഞിട്ട് അത് എല്ലും മുട്ടുമായി. ഞാൻ അറിയുന്നില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ ഇതിങ്ങനെ എറിയുന്നു. അപ്പോൾ ഞാൻ നോക്കി എന്താ ഇത്? അത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോയോണ്ട് അങ്ങ് ഓടിക്കുവാണെന്ന്, ഇനി വീട്ടിൽ വരണ്ടാന്ന്. അപ്പോൾ അത്
അസ്ഥികൂടമായി. അങ്ങനെ ഞാൻ അതിന് 1.5 വർഷം അതിന് ആഹാരം കൊടുത്ത് നന്നാക്കി. അതിൻ്റെ പുറമൊക്കെ പട്ടികൾ, ഈ നാട്ടുപട്ടികളുടെ കൂടെ കൂട്ടത്തില്ല ഈ വീട്ടുപട്ടികളെ. അത് ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇത് അങ്ങനെ വിശന്ന് ചെന്നാൽ കടിച്ച് പറിച്ച് മുതുവെല്ലാം കുളമാക്കി പുഴുവൊക്കെ വെച്ചപ്പോൾ ഞാൻ ചാമ്പലൊക്കെ കയ്യിലൊഴിച്ചും കൊണ്ട് ആഹാരം കൊടുക്കുമ്പോൾ ഒരു കയ്യിൽ നിന്ന് അത് കാണാതെ ആഹാരം എടുക്കുമ്പോൾ മുതുവത്തിങ്ങനെ ഇട്ട് കൊടുക്കും. ചാമ്പൽ നല്ലത് എൻ്റെ അമ്മ പണ്ട് പറയുമായിരുന്നു. അങ്ങനെ അതിനൊക്കെ പൊറിപ്പിച്ച് പുഴുവൊക്കെ മാറ്റി അതിന് ആഹാരം കൊടുത്ത് നന്നാക്കി രോമമൊക്കെ വന്ന് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം എൻ്റെ ഭഗവാൻ കൃഷ്ണൻ ഈ ചെയ്വനെല്ലാം. കാരണം ഞാൻ ഭാഗവതമൊന്നും അന്ന് വായിച്ചെനിക്ക് അർത്ഥം അറിയില്ലല്ലോ. ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭഗവാന്റെ കുട്ടിനാളിൽ വെണ്ണയൊക്കെ എടുത്തുകൊണ്ട് മാർജാരനും ചെറുപൂച്ചകൾക്കും പിന്നെ കുരങ്ങന്മാർ, ശാഖാമൃഗങ്ങൾ. അപ്പം ഞാൻ ഭഗവാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അന്നൊന്നും എനിക്കത് അറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കുട്ടിനാളിലോട്ട് ഇങ്ങനെ ചെയ്യുവനാ. അപ്പോൾ ഭാഗവതം ഇവിടെ വന്നപ്പോട്ട് ഇല്ലാതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഭഗവാൻ ഇങ്ങനെ ഇതൊക്കെ കണക്കെഴുതിയിടും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരൻ എന്താ പറയുക, ഇതെല്ലാം ഭഗവാൻ കണക്കെഴുതി ഇട്ടിട്ടുണ്ട്. അതെനിക്ക് നല്ലതായിട്ട് അറിയാം. കാരണം ഞാൻ അതുതന്നെ എവിടെയൊക്കെ കിടക്കുന്ന പൂച്ചകളെല്ലാം വീട്ടിൻ്റെ മണ്ടേ വിറവ് വെച്ച പ്രസവിച്ച് കിടക്കും. അപ്പം 2, 4, 3 കുഞ്ഞുങ്ങളൊക്കെ കാണും. അപ്പം അന്തരം പെറ്റ തള്ളയല്ലേ, നമ്മൾ ചായക്കൊക്കെ വാങ്ങിക്കുന്ന പാലെല്ലാം ഈ തള്ളയ്ക്ക് കൊടുക്കും. കുഞ്ഞുങ്ങൾ വളർന്നതിന് പിന്നെ കുഞ്ഞിനായി അത് മാറുമ്പോൾ അടുത്ത പ്രസവം ഉടനെ വരും. ഇങ്ങനെ എത്ര വർഷം ഞാനിത് ഈ 10-13 വർഷം ഒരു പൂച്ച തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒത്തിരിയും കാക്കകളിടയ്ക്ക് ഒരു കാലില്ലാത്ത കാക്ക, അതിന് ഒന്നും മറ്റൊരു കാക്ക കൊടുക്കുകയില്ല. അത് എനിക്ക് ദുഃഖമായി മാറി, ഭയങ്കര വേദനയായി മാറി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതിനെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ആഹാരത്തിന് പകരം ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഒരെണ്ണം എങ്ങോട്ട് ഇട്ടെടുക്കുമ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോട്ടെന്ന് കരുതി. എന്നാലും മറ്റുള്ള കാക്ക ഓടിക്കും. ഒരു ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് കൊടുത്താൽ കൊണ്ട് ഓടാൻ പറ്റത്തില്ല. ഈ പുറക്ക് കൊണ്ടുവന്ന് പോകുന്ന കാക്കകൾ ഓടിക്കുമ്പം ചുണ്ടി തങ്ങ് വീണ് പോവുക പേടിച്ചിട്ട്. അത് റബ്ബർ തോട്ടത്തിലോ എവിടോ കാട്ടിലോ വീണാൽ അതിനും കിട്ടില്ല, മറ്റു കാക്കയ്ക്കും കിട്ടത്തില്ല. ഇങ്ങനെ ഞാൻ ഒരുപാട് അതിനു വേണ്ടി കരഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ ദുഃഖം. അങ്ങനെയൊക്കെ ആ ദുഃഖങ്ങളെല്ലാം ഈശ്വരൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല വ്യക്തമാണ്. കാരണം ഞാൻ ഇപ്പോഴെന്താ ഈ പ്രായം ചെന്നപ്പോൾ ഈ ഭഗവാന്റെ ഭാഗവതം, ഈ ഭഗവാനാണല്ലോ കൃഷ്ണനാണല്ലോ ഭാഗവതം, അതിനു വേണ്ടി ഞാൻ 1-2 വീടുകളിൽ പോയി. അപ്പോൾ ഭഗവാനെ വർണ്ണിക്കാനും ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടി എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ആരോ പറഞ്ഞു തരുമോ അത് ചെയ്യുന്നു. എനിക്കല്ലാതെ അറിയില്ല. അപ്പോൾ അങ്ങനെ ചെന്നു. അതിനുശേഷമാണ് എനിക്ക് ഇത് ഇടാനായിട്ടൊരു യോഗ ഉണ്ടാക്കി തന്നു ഭഗവാൻ. അപ്പോൾ എന്താ ഭഗവാൻ വിചാരിച്ചത്, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനോടെ കണക്കെഴുതിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ നാക്കടക പ്രാണിയെടുത്തും മറ്റ് മനുഷ്യരെടുത്തും ഒരു നിരപരാധിയായ സാധുക്കൾ വന്ന അവർക്കും ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ്. നമുക്ക് മനസ്സിൽ അങ്ങ് ചെയ്യുന്നു, പക്ഷെ അതൊക്കെ ഇന്നതിനാണെന്നോ ഫലം ആഗ്രഹിച്ചൊന്നല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാനാണ് ചെയ്യുന്നത്. ഒരു വിഷമിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്യുന്ന നമ്മുടെ സന്തോഷത്തിനാണ്, നമ്മുടെ മനസ്സിന് ദുഃഖപ്പെടാതിരിക്കാനാണ്. എനിക്ക് സമാധാനം വേണം. അതിനാണ് ഈ ജീവജാലങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത്. അതൊന്നും നമ്മൾ അറിഞ്ഞല്ല, നമുക്കത് വന്ന് സംഭവിക്കും. നമ്മൾ ചെയ്തിൽ നമുക്ക് സമാധാനക്കേടുണ്ടാകുന്നു. അത് പക്ഷേ ഈശ്വരൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഒരു മോനോ മോളോ ആരെങ്കിലും ഒന്ന് തന്നാൽ മതി ഭഗവാനെ, ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് കാരണം എല്ലാം ഇങ്ങനെ പക്ഷിക്കും മൃഗത്തിനും മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും നമുക്ക് കൊണ്ടൊക്കെ സഹായം ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ എന്താ ഒടുക്കം വന്നത്, ഭാഗവതം ദാനം ചെയ്യണമെന്ന്. ഈ ഉള്ള അറിവ് അതാണ് പിന്നെ അവസാന നിമിഷത്തിൽ അതിന് ഞാൻ വെമ്പൽ കൊള്ളുക, ആർക്ക് കൊടുക്കട്ടെന്ന് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുക. അപ്പോൾ ഭഗവാൻ എനിക്ക് എന്താ തന്നത്, അത് എത്ര മക്കളെ എനിക്ക് തന്നത് ഈശ്വരൻ. ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഭഗവാനോടെ കണക്കെഴുതി ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ദോഷങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കിട്ടുമോ? ഒന്നും അറിയാത്ത എനിക്ക് ഇത്രയും മക്കളെ തന്നു. എന്തെല്ലാം ആ മക്കൾക്കെല്ലാം നന്ദിയും ഞാൻ പറയുന്നു. എത്ര നല്ല നല്ല കമൻസുകളാണ് എനിക്ക് വരുന്നത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടല്ല ഇതൊന്നും ചെയ്തത്, എനിക്കൊരു ഫലത്തിനുമല്ല. പക്ഷേ എനിക്ക് വെപ്രാളമായിരുന്നു. മറ്റുള്ള ലൗകികമായ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ചെയ്തിട്ട് എനിക്ക് സമാധാനം വേണ്ടുന്നത്. അപ്പോൾ ആ സമാധാനക്കേട് പിന്നെ എനിക്ക് ഈ ആത്മീയത്തിലേക്ക് വന്നു. ഒരാൾക്ക് കൊടുത്തിട്ട് പോയില്ലെങ്കിൽ എനിക്ക് സമാധാനക്കേട്. ആ സമാധാനക്കേടാണിപ്പോൾ എന്നെ ഭഗവാൻ ഇവിടെ ഇത്രത്തോളം എത്തിച്ചത്. എനിക്കിനി സമാധാനമായിട്ട് പോകാമല്ലോ എല്ലാ മക്കൾക്കും. അതുകൊണ്ട് ഞാൻ എവിടെ വരെ വായിച്ച്, അപ്പം നമുക്ക് വിശ്രമം പാടില്ല, സാക്ഷാത്കാരം നേടുവോളം. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ എനിക്ക് കഴിഞ്ഞ ജന്മം എന്തോ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, വലിയ പാടൊന്നും പെടാതെ. പക്ഷേ കിടന്ന് ഉരുണ്ട് നിലവിളിച്ചല്ലാതെ നമുക്ക് വരത്തില്ല. അത് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്, നമ്മൾ അറിഞ്ഞ് നിലവിളിച്ചതല്ല.
എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞല്ലല്ലോ നിലവിളിക്കുന്നത്. എന്തോ ഉള്ളിൽ കിടന്നങ്ങ് പിടയ്ക്കുന്നു, അതിനു വേണ്ടിയിട്ട് കിടന്ന് ഉരുളുന്നു, കരയുന്നു, ബഹളം. എന്തിനാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ യഥാർത്ഥത്തെ നമ്മളെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ തെളിയിച്ചെടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ത്രാണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഈശ്വരൻ പ്രത്യക്ഷമായി വന്ന് വേണ്ടുന്ന അനുഗ്രഹമൊക്കെ തരാനുള്ള വെമ്പലായിരുന്നു നമ്മുടെ ഉള്ളിൽ വന്നത്. അത് അന്നേരം എനിക്ക് അറിവുണ്ടെങ്കിലും ഞാനത് പോകെ മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാ മക്കളും വിചാരിക്കണം, വിശ്രമം എടുക്കാതെ മുട്ടിയിരിക്കുന്ന മക്കൾക്കേ പറ്റൂ. എനിക്ക് കിട്ടിയ അടങ്ങൂ എന്നുള്ള ചില മക്കൾ ഇതിനകത്ത് എന്നെ വിളിക്കാറുണ്ട്. ആ മക്കൾക്ക് അതുപോലെ എന്നെ വിളിക്കാത്ത മക്കൾ ഇത് കാണുമല്ലോ. ഒരുപാട് മക്കൾ ഭാഗവതം വായിക്കുന്നുണ്ടല്ലോ. അതിന് വേണ്ടുന്ന എല്ലാവരും ഇത് തന്നെ. നമുക്ക് ലക്ഷ്യം എത്രത്തോളം അത് കിട്ടുന്നത് വരെ നമ്മൾ വിശ്രമിക്കാതെ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുക, ധ്യാനം എടുക്കുക. നമുക്ക് ശുദ്ധി, മനഃശുദ്ധി, ദേഹശുദ്ധി എല്ലാം കൊണ്ടും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകണം. ഭഗവാന്റെ കൃപ, അമ്മയിൽ നിന്ന് ആ കാരുണ്യമൂർത്തിയാകുന്ന പരാശക്തി എന്ന ആ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമാകും, എല്ലാ അഴുക്കളും മാറിപ്പോവും, ഭക്തി വർദ്ധിക്കും, നമുക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കുകയും ചെയ്യാം. അതിൻ്റെയാണ് യോഗസിദ്ധി. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.